20 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം അബ്ദുൾ റഹീം നാട്ടിലെത്തി. 2006 നവംബർ 18-നാണ് കോഴിക്കോട് കോടമ്പുഴ സ്വദേശിയായ അബ്ദുൾ റഹീം ഹൗസ് ഡ്രൈവർ വിസയിൽ റിയാദിലെത്തുന്നത്. സൗദി പൗരനായ അനസ് ബിൻ ഫായിദ് അബ്ദുള്ള അൽ ഷഹറിയുടെ ഡ്രൈവറായിരുന്നു ജോലി. വാഹനാപകടത്തെ തുടർന്ന് കഴുത്തിനു താഴെ ചലനശേഷി നഷ്ടപ്പെട്ട് വൈദ്യോപകരണങ്ങളുടെ സഹായത്തോടെ ജീവിച്ചിരുന്ന 18-കാരനായ മകൻ അനസ് അൽ ഷഹറിയെ പരിചരിക്കലായിരുന്നു റഹീമിന്റെ പ്രധാന ചുമതല. സൗദിയിലെത്തി വെറും 1 മാസം തികയുന്നതിനിടെ 2006 ഡിസംബർ 24-ന് ആ നിർഭാഗ്യകരമായ സംഭവമുണ്ടായി. അന്ന് അനസുമൊത്ത് കാറിൽ പുറത്തുപോയതായിരുന്നു റഹീം. അൽ അസീസിയ ഏരിയയിലെ ഹൈപ്പർ പാണ്ട മാർക്കറ്റിന് സമീപം വെച്ച് ട്രാഫിക് സിഗ്നലിൽ വാഹനം നിർത്തിയപ്പോൾ റെഡ് സിഗ്നൽ വകവെക്കാതെ കാർ ഓടിക്കാൻ അനസ് ആവശ്യപ്പെട്ടു. റഹീം അതിന് വിസമ്മതിച്ചതോടെ പ്രകോപിതനായ അനസ് വഴക്കിടുകയും റഹീമിന്റെ മുഖത്തേക്ക് തുപ്പുകയും ചെയ്തു. ഇത് തടയാൻ റഹീം കൈ ഉയർത്തിയപ്പോൾ അബദ്ധത്തിൽ അനസിന്റെ ദേഹത്ത് ഘടിപ്പിച്ചിരുന്ന മെഡിക്കൽ ഉപകരണത്തിൽ തട്ടുകയായിരുന്നു. ഇതോടെ അനസ് അബോധാവസ്ഥയിലായി. റഹീം ഉടൻ തന്നെ ബന്ധുവായ മുഹമ്മദ് നസീറിനെ വിളിച്ചു വരുത്തി അനസിനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് പോലീസ് എത്തി ഇരുവരെയും അറസ്റ്റ് ചെയ്തു. 2006 ഡിസംബർ 25-നാണ് റഹീം ജയിലിലാകുന്നത്. റിയാദിലെ മാധ്യമപ്രവർത്തകരായ ഷക്കീബ് കൊളക്കാടനും നജീം കൊച്ചുകലുങ്കും മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ജയിൽ സന്ദർശിച്ചപ്പോഴാണ് 2 മലയാളികൾ ഈ കേസിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന വിവരം അറിയുന്നത്. അവർ ഈ വിവരം പുറം ലോകത്തെ അറിയിച്ചതോടെയാണ് കേസിൽ ഇടപെടലുകൾ ആരംഭിക്കുന്നത്. വിഷയം ഇന്ത്യൻ എംബസിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും എംബസി അഭിഭാഷകനായ അബു മിസ്വറിന്റെ സഹായത്തോടെ നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. KMCCയുടെ നേതൃത്വത്തിൽ സർവകക്ഷി നിയമസഹായ സമിതി രൂപീകരിച്ചു. എംബസിയിലെ വെൽഫെയർ വിഭാഗം ഉദ്യോഗസ്ഥൻ മലയാളിയായ യൂസഫ് കാക്കഞ്ചേരിയുടെ സജീവവും ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകൾ കേസിൽ നിർണായകമായി. മുഹമ്മദ് കുട്ടി കടന്നമണ്ണ, അബ്ദുറഹ്മാൻ മദീനി, അബ്ദുർ റസാഖ് സലാഹി, മുഹമ്മദ് നജാത്തി എന്നിവർ കോടതിയിൽ പരിഭാഷകരായി സഹായിച്ചു. വിചാരണ വേളകളിൽ റഹീമിന് അനുകൂലമായ മെഡിക്കൽ റിപ്പോർട്ടുകളോ സാഹചര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഗൾഫിൽ 20 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം അബ്ദുൾ റഹീം നാട്ടിലെത്തി. രാവിലെ 7:35-ഓടെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ റഹീം ഇറങ്ങിയത്. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ അബ്ദുൾ റഹീമിനെ വിപുലമായ സ്വീകരണമാണ് ഒരുക്കിയത്. സൗദി സമയം ബുധനാഴ്ച രാത്രി 11:55-ന് റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് അബ്ദുൾ റഹീം നാട്ടിലേക്ക് തിരിച്ചത്. ജയിൽ ഉദ്യോഗസ്ഥരാണ് റഹീമിനെ എയർപോർട്ടിൽ എത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. സൗദി ബാലന്റെ കൊലപാതക കേസിൽ 2006 നവംബറിലാണ് അബ്ദുൾ റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. വിചാരണയ്ക്ക് ശേഷം റിയാദിലെ കോടതി റഹീമിന് വധശിക്ഷ വിധിച്ചു. മോചനദ്രവ്യം നൽകിയതിനെ തുടർന്ന് കോടതി വധശിക്ഷ ഒഴിവാക്കി. കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് 20 വർഷത്തെ തടവ് ശിക്ഷാ കാലാവധി അവസാനിപ്പിച്ചതോടെയാണ് നാട്ടിലേക്ക് മടങ്ങാനുള്ള വഴി തെളിഞ്ഞത്.